നമസ്കാരം. ബി.ജെ.പി. എം.പിയുടെ പീഡനത്തിൽ മനം നൊന്ത കായിക താരങ്ങൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചിട്ടും യാതൊരു നടപടിയുമില്ലാത്തതിൽ പൊട്ടിക്കരഞ്ഞ് കളിക്കളം വിട്ടു പോയതൊന്നും ബി.ജെ.പിയെ ഒരു തരത്തിലും അലട്ടുന്നില്ലെന്നതിന്റെ തെളിവാണ് യു.പിയിൽ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ മകന് ലഭിച്ച സ്ഥാനാർത്ഥിത്വം. മുൻ ഗുസ്തി താരവും ഒളിമ്പിക് മെഡൽ ജേതാവുമായ സാക്ഷി മാലിക് ഇതിന്റെ പേരിൽ ബി.ജെ.പിക്കെതിരെ രൂക്ഷമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. മുൻ റെസ്ലിംഗ് ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ മകൻ കരൺ ഭൂഷൺ സിംഗിനെ കൈസർഗഞ്ച് ലോക്സഭാ സീറ്റിൽ നിന്ന് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതാണ് സാക്ഷി മാലിക്കിനെ പ്രകോപിപ്പിച്ചത്. ബി.ജെ.പിയുടെ ഈ നീക്കത്തിലൂടെ രാജ്യത്തിന്റെ പെൺമക്കൾ തോറ്റെന്നും ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് വിജയിച്ചെന്നും മാലിക് എക്സിൽ കുറിച്ചു. ബ്രിജ്ഭൂഷണെതിരെ പ്രതിഷേധിക്കുകയും ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത എല്ലാ ഗുസ്തിക്കാരും തങ്ങളുടെ കരിയർ നിർത്തിവെച്ച് തെരുവിൽ പോരാടുകയായിരുന്നുവെന്ന് ബി.ജെ.പി. മറന്നു. സാക്ഷി മാലിക്, ബജ്റംഗ് പുനിയ, വിനേഷ് ഫോഗട്ട് എന്നിവരുടെ നേതൃത്വത്തിലാണ് സിംഗിനെതിരെ പ്രതിഷേധിക്കാൻ ഗുസ്തി താരങ്ങൾ റോഡിലിറങ്ങിയത്. എന്നാൽ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് ഇപ്പോഴും സ്വതന്ത്രമായി വിഹരിക്കുന്നു. എല്ലാവരും കരിയർ പണയപ്പെടുത്തിയാണ് ദിവസങ്ങളോളം വെയിലിലും മഴയിലും തെരുവിലുറങ്ങി പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത്. എന്നാൽ നാളിതുവരെയായിട്ടും ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകന് സീറ്റ് നൽകിയതിലൂടെ അംഗീകാരവും നൽകിയിരിക്കുന്നു. ഞങ്ങൾ ഒന്നും ആവശ്യപ്പെട്ടില്ല, നീതി മാത്രമാണ് ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞ മാലിക് തങ്ങൾ കടുത്ത നിരാശയിലാണെന്നും വ്യക്തമാക്കി. കൈസർഗഞ്ചിൽ നിന്ന് കരൺ ഭൂഷൺ സിംഗിനെ മത്സരിപ്പിച്ചതിലൂടെ ബി.ജെ.പി. ഇന്ത്യയിലെ കോടിക്കണക്കിന് പെൺമക്കളുടെ മനോവീര്യം തകർത്തെന്നും അവർ കൂട്ടിച്ചേർത്തു. ടിക്കറ്റ് ഒരു കുടുംബത്തിന് മാത്രമാണെങ്കിൽ ഒരു മനുഷ്യന്റെ മുന്നിൽ രാജ്യത്തെ സർക്കാർ ഇത്ര ദുർബലമാണോ എന്ന് ചോദിച്ച സാക്ഷി മാലിക് തന്റെ പോസ്റ്റിന്റെ അവസാനത്തിൽ ശ്രീരാമന്റെയും രാമക്ഷേത്രത്തിന്റെയും പേരിൽ വോട്ട് തേടിയതിന് ഭരണകക്ഷിയായ ബി.ജെ.പിയെ കുറ്റപ്പെടുത്തി. ഭഗവാൻ ശ്രീരാമന്റെ പേരിൽ വോട്ടുകൾ മാത്രം മതി, അദ്ദേഹം കാണിച്ചു തന്ന പാതയുടെ കാര്യമൊന്നും അവർക്ക് വേണ്ട എന്നും സാക്ഷി ആക്ഷേപമുന്നയിച്ചു. വനിതാ ഗുസ്തി താരങ്ങളുടെ ലൈംഗികാതിക്രമ ആരോപണത്തെ തുടർന്ന് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ കൈസർഗഞ്ച് മണ്ഡലത്തിൽ നിന്ന് ബി.ജെ.പി. മത്സരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ പകരം മകന് സീറ്റ് നൽകിയിരിക്കുകയാണ്. ഇത് നിരവധി കായിക താരങ്ങളുടെ വൻ പ്രതിഷേധമാണ് ക്ഷണിച്ചു വരുത്തിയത്. ബ്രിജ്ഭൂഷണെതിരായ കേസുമായി ബന്ധപ്പെട്ട് 2023 ജൂണിൽ ഡൽഹി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും അന്വേഷണം ഒരടി പോലും മുന്നോട്ട് പോയില്ല. നിലവിൽ കൈസർഗഞ്ചിൽ നിന്നുള്ള സിറ്റിംഗ് എം.പിയാണ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ്. കരൺ ഭൂഷൺ സിംഗ് നിലവിൽ ഉത്തർപ്രദേശ് റെസ്ലിംഗ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. ഗുസ്തിയിൽ കുടുംബവാഴ്ച തുടരുന്നതുപോലെ കൈസർഗഞ്ച് മണ്ഡലത്തിലും കുടുംബ പ്രാമാണ്യം നിലനിർത്താൻ ബ്രിജ്ഭൂഷണ് കഴിഞ്ഞത് യു.പിയിൽ തന്റെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്ന സ്ഥിതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സീറ്റ് നിലനിർത്താൻ എന്ത് നെറികെട്ട കളിയും കളിക്കാൻ മടിക്കാത്ത ബി.ജെ.പി. ഇക്കാര്യത്തിൽ സ്വീകരിച്ച സമീപനം അത്യന്തം സ്ത്രീവിരുദ്ധവും ഹീനവുമായ നടപടിയാണ് എന്ന് പറയാതെ വയ്യ.